നമസ്കാരം. ഇന്ന് പുതിയ വിവാദമാണ്. ബ്രഹ്മശ്രീ ഗോപൻ സ്വാമി സമാധിയായി. എനിക്ക് മനസ്സിലാകാത്തത് ഒരാൾ എങ്ങനെയാണ് സ്വാമിയാകുന്നത് എന്ന് മനസ്സിലാകുന്നത്. അതിനെന്തെങ്കിലും ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സോ വല്ലതും പാസ്സായാണോ ഒരാൾ സ്വാമിയാകുന്നത് എന്ന് മനസ്സിലാകുന്നത്. ഇവിടെ ഈ ഉണ്ടായ വിവാദത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അദ്ദേഹം മരണപ്പെട്ടതാണോ കൊല ചെയ്യപ്പെട്ടതാണോ എന്ന സംശയമാണ്. ഒരാൾ മരണപ്പെട്ടതാണോ കൊലപാതകം ചെയ്യപ്പെട്ടതാണോ എന്ന് തിരിച്ചറിയാനുള്ള ഏക മാർഗം പോസ്റ്റ്മോർട്ടം തന്നെയാണ്. ഏതെങ്കിലും രോഗാതുരമായ ഒരവസ്ഥയിൽ അല്ലാതെ ഒരു വ്യക്തി മരണപ്പെട്ടാൽ ഹോസ്പിറ്റലിൽ ഡോക്ടറുടെ അണ്ടർ ട്രീറ്റ്മെന്റ് നടക്കുമ്പോൾ മരണപ്പെടുകയല്ലാതെ വേറെ ഏതെങ്കിലും ഒരു രീതിയിൽ മരണപ്പെട്ടാൽ അത് അസ്വാഭാവിക മരണം തന്നെയാണ്. അത്തരം സാഹചര്യങ്ങളിൽ അത് ഏത് വ്യക്തിയായിരുന്നാലും അസ്വാഭാവിക മരണം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമല്ലാത്ത ഒരു മരണം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. സിമ്പിളാണ്. സ്വാഭാവികമല്ലാത്ത മരണമാണെങ്കിൽ അത് അസ്വാഭാവിക മരണമാണ്. അത് ക്ലാരിറ്റി വരുത്തേണ്ടത് സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ സർക്കാരിന്റെ ഡ്യൂട്ടി തന്നെയാണ്. അത് മരിച്ചത് സ്വാമി ആയാലും പള്ളിയിലെ വികാരി ആയാലും ഉസ്താദായാലും ആര് മരിച്ചാലും എല്ലാ മതങ്ങളും മതവിശ്വാസങ്ങളും നമ്മുടെ ഭരണഘടനയ്ക്ക് താഴെയാണ് എന്നുള്ളതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങളിലാണ് അത് കൂടുതൽ കൃത്യമായി തെളിയിക്കേണ്ടത്. ഭരണഘടനയ്ക്ക് താഴെ തന്നെയാണ്. സ്വാമി ആയാലും ഉസ്താദായാലും വികാരി അച്ഛനായാലും ഒരേ പരിഗണന തന്നെ കിട്ടാവും. അക്കാരണത്താൽ തന്നെ ഇവിടെ പോസ്റ്റ്മോർട്ടം വേണോ വേണ്ടായോ എന്നുള്ള കാര്യത്തിൽ സംശയം ഒന്നും വേണ്ട. ഒരു തർക്കത്തിന്റെ പോലും ആവശ്യമില്ല. പിന്നെ വിവാദങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സ്വാഭാവികമായ കാര്യമായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഇത് വിവാദമായിരിക്കുന്നത്. ഇത് അത് സമാധി പൊളിച്ച് ആളിനെ എടുത്ത് അത് പോസ്റ്റ്മോർട്ടം ചെയ്ത് അത് കൊലപാതകമാണോ സ്വയം സമാധി ആയതാണോ എന്നുള്ള കാര്യത്തിൽ ക്ലാരിറ്റി കൊണ്ടുവരിക തന്നെ വേണം. ഇനി സ്വയം സമാധി ആയതാണ്, അങ്ങനെയാണല്ലോ അവർ അവകാശപ്പെടുന്നത്. സ്വയം സമാധിയാകുക അല്ലെങ്കിൽ സമാധിയാകുക എന്ന് പറഞ്ഞാൽ ടൈപ്പ് ഓഫ് ആത്മഹത്യയാണ്. ശ്വാസം എടുക്കാതെ ശ്വാസം പിടിച്ചു നിർത്തി മരണത്തിലേക്ക് വരിക്കുന്നതിനെയാണല്ലോ സമാധി എന്ന് പറയുന്നത്. അതിനെ വലിയ ഡെക്കറേഷണൽ പ്രാണായാമെന്നോ വേറെ എന്തൊക്കെ പേരുകൾ പറയുന്നത് കേട്ടു. എന്തു തന്നെ ആയിരുന്നാലും സ്വയം മരണം വരികയാണ്. ആത്മഹത്യ ചെയ്താൽ നമ്മുടെ നിയമം അനുസരിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യണം. മരണ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ്. അത് ചെയ്യുക തന്നെ വേണം. അത് സമാധി എന്ന് പറയുന്നത് ആത്മഹത്യക്ക് താഴെ വരുന്ന ഒരു ആത്മഹത്യയുടെ ഡിസ്ക്രിപ്ഷനിൽ വരുന്ന ഒരു മെത്തേഡാണ് സമാധി എന്ന് പറയുന്നത്. അപ്പോൾ ആത്മഹത്യ ചെയ്താൽ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടത് അത് തന്നെയാണ് ഇവിടെ ചെയ്യേണ്ടത്. മരണ കാരണം എന്താണ് എന്നറിയണ്ടേ. രണ്ടാമത്തെ കാര്യം, ഒരുപാട് വൈകാതെ പോസ്റ്റ്മോർട്ടം ചെയ്യണം. കാരണം മരണം ശ്വാസം മുട്ടിയായിരിക്കും. പക്ഷെ അത് സ്വയം ശ്വാസം മുട്ടി മരിച്ചതാണോ അതോ ആരെങ്കിലും ശ്വാസം മുട്ടിച്ചു കൊന്നതാണോ എന്നറിയണമെങ്കിൽ ശ്വാസം മുട്ടിച്ചതിന്റെ അടയാളങ്ങൾ നമ്മുടെ മുഖത്ത് കാണും. അത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഒരുപാട് വൈകിയാൽ ശരീരം അഴുകി തുടങ്ങിയാൽ അത് കണ്ടുപിടിക്കാൻ പാടായിരുന്നു. അപ്പൊ ഈ വരുന്ന ഡിലേ കൃത്യമായ ഒരു റിപ്പോർട്ടിന് എതിരായി പോകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ചെയ്യുക. ഇനി സമാധിയാണ് എന്ന് കരുതുക. സ്വാഭാവികമായി സമാധിയായി മരിച്ചതാണ്. അതായത് ആരും കൊന്നതല്ല എങ്കിലാണല്ലോ പ്രശ്നം. അദ്ദേഹം സമാധി അതിന്റെ പവിത്രത നഷ്ടപ്പെടുത്തി എന്നുള്ളതാണല്ലോ പ്രശ്നമായിട്ട് കുടുംബക്കാർ പറയുന്നത്. അത് ഈ വിഷയത്തിൽ പവിത്രത നഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതല്ല. ഇവിടെ ക്ലാരിറ്റി വരേണ്ടത്, ഇനി ഇതുപോലെ സമാധിയാകാൻ വേണ്ടി കാത്തിരിക്കുന്ന വികാരി അച്ഛന്മാരോ ഉസ്താദക്കന്മാരോ അതല്ലെങ്കിൽ ഈ ഇതുപോലത്തെ ഉള്ള സ്വാമിമാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കിതൊരു മെസ്സേജ് ആയിരിക്കണം. സമാധി ആയാലും അത് അണ്ടർ ആത്മഹത്യ എന്ന ഡിസ്ക്രിപ്ഷനിൽ വരുമെന്നും അത് പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെടും എന്നും ഒരു ധാരണ അവർക്ക് ഇപ്പം ഉണ്ടാക്കി കൊടുക്കണം. അത് അത്യാവശ്യമാണ്. കാരണം അവർ അതുകൂടെ തയ്യാറാണെങ്കിൽ അവർ സമാധി ആയിക്കോട്ടെ, നമുക്കെതിരെ അഭിപ്രായമില്ല. ഇനി കുടുംബാംഗങ്ങൾ മാത്രമാണ് ഈ വിഷയത്തിൽ സാക്ഷിയായിരുന്നത് എന്ന് പറയുന്നു. ഇനിയാണ് പ്രശ്നങ്ങൾ വരാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ സ്വത്തുക്കളുണ്ടെങ്കിൽ ആ സ്വത്തുക്കളുടെ ഭാഗം വെപ്പോ അല്ലെങ്കിൽ ഷെയറിംഗ് ഒക്കെ നടക്കുമ്പോൾ ഈ സഹോദരങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ നാളെ ഒരു ദിവസം ഏതെങ്കിലും ഒരു സഹോദരനോ സഹോദരിയോ പറയുകയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബന്ധു പറയുകയാണ് അന്ന് നടന്നത് സമാധിയല്ല കൊലപാതകമാണ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പോസ്റ്റ്മോർട്ടം ചെയ്തില്ലെങ്കിൽ സർക്കാർ അന്നേരം എന്തോ ചെയ്യാൻ പറ്റും? ജനലക്ഷങ്ങൾ വിഡ്ഢികളായി പോകത്തില്ലേ? നമ്മുടെ സർക്കാർ നോക്കുകുത്തിയായി പോകത്തില്ലേ? നമ്മുടെ സിസ്റ്റം പരാജയപ്പെട്ടു പോകത്തില്ലേ? അപ്പോൾ അതുകൊണ്ട് സംശയമൊന്നും വേണ്ട, എത്രയും പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യുക. അതിൽ നമ്മൾ രാഷ്ട്രീയമോ അല്ലെങ്കിൽ മതപരമായ വിശ്വാസങ്ങളോ ഒക്കെ മരിച്ചുപോയി, ബാക്കിയുള്ളവർ അതിനകത്തിൽ മതവും രാഷ്ട്രീയവും കുത്തിക്കയറ്റി കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി നമ്മുടെ ഇവിടുത്തെ സിസ്റ്റത്തെ തകർക്കുന്നത് നമുക്ക് ആർക്കും നന്നാകില്ല, നോ ഡൗട്ട്. അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം വേണം, ആ കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഇനി സമാധിയാകാൻ കാത്തിരിക്കുന്ന ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ഒരു ധാരണ വേണം. സമാധിയായാൽ പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെടും. പോസ്റ്റ്മോർട്ടം ചെയ്തതിന് ശേഷം കൊണ്ടുപോയി സമാധി ഇരുത്തിക്കോട്ടെ, നമുക്കിവിടെ എതിരഭിപ്രായമില്ല, സിസ്റ്റത്തിനും എതിരഭിപ്രായമില്ല. അതുകൊണ്ട് തന്നെ മതത്തിനും
മതവിശ്വാസങ്ങൾക്ക് മുകളിലാണ് ഭരണഘടന എന്ന് ഉറക്കെ വിളിച്ച് പറയാനും ഉറപ്പിച്ച് പറയാനും കിട്ടിയ ഒരു അവസരമാണിത്. അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.